വലിയ ബൗളൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന അളവിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. 3 ദിവസം കൂടുമ്പോഴാണ് ഒരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. കൊച്ചു ചെറുതാന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇറച്ചി കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇറച്ചി കഴിക്കണം എന്നൊക്കെ തന്നെയാണ്. എൻ്റെ വീട്ടിലെ കൊച്ചുണ്ടല്ലോ, അവള് ശരിക്കും പറഞ്ഞപ്പോൾ 1.5 വയസ്സായിട്ടുള്ളൂ. പുള്ളിക്കാരി ഇപ്പോഴേ ഇറച്ചി എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇറച്ചി കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇറച്ചി കഴിക്കണം എന്നൊക്കെ തന്നെയാണ്. ഒരു ദിവസം എത്ര തവണ ഫുഡ് കൊടുക്കണം ഒരു 6 മാസം കഴിഞ്ഞ കുട്ടിക്ക്? നമ്മളിപ്പോൾ 6 മാസത്തിൽ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒറ്റൊരു നേരമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് പ്രിഫറബ്ലി മോർണിംഗ് ഹവേഴ്സിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ആ ഒരു ഫുഡിനോടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കാണാം. അല്ലെങ്കിൽ രാത്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമായിരിക്കും, കുട്ടി ഉറങ്ങുമായിരിക്കും. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടായാൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഒരു സേഫ്റ്റി പെർസ്പെക്റ്റീവിൽ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എവറി 3 വീക്സ് കൂടുമ്പോഴാണ് നമ്മൾ ഒരു മീൽ ടൈം ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് 6 മാസത്തിൽ നമ്മൾ ഒരു മീൽ സ്റ്റാർട്ട് ചെയ്തു, 3 വീക്സ് കഴിയുമ്പോൾ നമ്മൾ 2 നേരമാക്കും. അത് പിന്നെ ഒരു 3 വീക്സ് കഴിയുമ്പോൾ 3 നേരത്തെ ഫുഡാവും. അങ്ങനെ ഒരു 6 മീൽസ് ആണ് 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കൊടുക്കുന്നത്. കുഞ്ഞു മീൽസ് ആയിരിക്കും, ഒത്തിരി ക്വാണ്ടിറ്റി അല്ല. 6 മാസമൊക്കെ ആയ കുട്ടിക്ക് 2 ടേബിൾ സ്പൂൺ കുറുക്കാണ് കണക്ക് വരുന്നത്. അത്രയാണ് അവർക്ക് ആവശ്യമുള്ളൂ. അത്രയും കുഞ്ഞു വയറാണ്. വലിയ ബൗളൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന അളവിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. കൊച്ചു ചെറുതാന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ 3 ദിവസം കൂടുമ്പോഴാണ് ഒരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ ചില കുട്ടികൾക്ക് മുട്ടയോട് അലർജി ആയിരിക്കാം, ചിലർക്ക് ഷ്രിമ്പിനോടായിരിക്കും, ചിലർക്ക് പാലിനോടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ഡേയ്സ് നമ്മൾ വേറെ ഫുഡൊന്നും കൊടുക്കാണ്ടിരിക്കുക. എന്തെങ്കിലും റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, ചെറിയ ഇപ്പോൾ വയറിളക്കോ അല്ലെങ്കിൽ ഒന്ന് വോമിറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. സെയിം റിയാക്ഷൻ തന്നെ കാണിക്കുകയാണെങ്കിൽ ഒരു 2 or 3 months കഴിഞ്ഞിട്ട് പിന്നെ ട്രൈ ചെയ്യാൻ പാടുള്ളൂ.